പ്രാർത്ഥനയോടെയായി നിൽക്കുമ്പോൾ ഇപ്പോൾ ദൈവദാസൻ ഈ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന് വേണ്ടി ആമേൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രവും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധന ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം ശക്തമായി കഴിഞ്ഞുപോയ ദിവസങ്ങളെല്ലാം നമ്മെ നടത്തി. ഈ മാസത്തിൻ്റെ ഈ ദിവസം, ഈ സബത്ത് ദിവസം, ഈ അതിരാവിലെ സമയം ദൈവസന്നിധിയിലായി കടന്നു വന്നിരിക്കുന്ന നമ്മെല്ലാവരെയും, അതുപോലെ നമ്മുടെ ദേശം, നമ്മുടെ ദേശവാസികൾ, നമ്മുടെ രാജ്യം, അതേ രാജ്യമൊട്ടാകെ നടക്കുന്ന എല്ലാ ആരാധനകൾ, എല്ലാ ദൈവദാസന്മാർ, ഈ ദേശത്ത് നടക്കുന്ന ആരാധനകൾ, ദൈവദാസന്മാർ, ദൈവമക്കൾ, കുടുംബങ്ങൾ, അതുപോലെ ദൈവത്തെ അറിയാതെ ജനം എല്ലാ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ദുഃഖിതരായി ഭാരപ്പെടുന്ന അതേ ആ കുടുംബത്തെയും ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ഈ ആരാധനയുടെ നടുവിൽ നമുക്ക് ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമുക്ക് ദൈവം കൃപ തന്നതുപോലെ, ബലം തന്നതുപോലെ, ബലപ്പെടുത്തിയതുപോലെ ഇനി കടന്നു വന്നവർ കടന്നു വരുവാനുള്ള ദൈവമേ, ഞങ്ങളുടെ ആരാധനയുടെ നടുവില നിന്റെ ആത്മ നിറവോടെ ശക്തിയോടെ ഞങ്ങൾ പാടുവാനോ, അതേ സ്തുതിപ്പാനോ, ആരാധിപ്പാനോ, വചനം ഘോഷിപ്പാനോ, വചനം കേൾപ്പാനും ഞങ്ങളെ നീ ശക്തീകരിക്കണമേ. അതിനായി ഞങ്ങൾ ഓരോരുത്തരെയും ദൈവദാസന്മാരെയും എൻ്റെ ദൈവം ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം കീബോർഡ് വായിക്കുന്ന, അതുപോലെ സ്തോത്രം വായിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ സഹോദരന്മാരെയും ദൈവകരങ്ങളിലോ ഏൽപ്പിച്ച് പാടുമ്പോഴോ അതിൻ്റെ ദൈവ ഇടപെടുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നീതിമാനും നിത്യനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹമേറിയ ആരാധനയ്ക്കുള്ളിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും എല്ലാ ദൈവമക്കളെയും ഇനി കടന്നു വരുവാനുള്ളവരെയും ഞങ്ങളുടെ ദേശത്തെയും ദേശത്ത് നടക്കുന്ന ആരാധനകളെയും എല്ലാ ദൈവമക്കളെയും കുടുംബങ്ങളെയും അവിടെ എവിടെയായി നിൽക്കുന്ന എല്ലാ സഹോദരന്മാർ, സഹോദരികൾ, അച്ഛനമ്മമാർ എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഈ ആരാധനയ്ക്കുള്ളിൽ കടന്നു വന്നിരിക്കും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ആരാധനയ്ക്കുള്ളിൽ ഏൽപ്പെടുന്നതായ ആ ശക്തിയുടെ പ്രവാഹം ദേശത്തിനകത്ത്, കുടുംബങ്ങളില്, ഭവനങ്ങളിലോ അത് ദുഃഖിതരായിരിക്കുന്നവർക്ക് എല്ലാം ആശ്വാസമായി, വിടുതലയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാടുന്നവർ, വചനം ഘോഷിക്കുന്നവരാ, അതേ കേൾക്കുന്നവരെല്ലാവരെയും ഒരുപോലെ നീ അനുഗ്രഹിച്ച് നട ആരാധന ആരംഭ നിമിഷം മുതലാ ദൈവമേ ഇത് അവസാനിപ്പിച്ച് കടന്നു പോകുന്നവരെയും ദൈവകൃപ ഞങ്ങളെ മൂടി മറിക്കണം. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഏവർക്കും ആദിനദിൻ സ്ഥാനത്തിലായിരിക്കാം. ഈ നാളുകളിൽ വിശുദ്ധ ആരാധനയിലേക്ക് നാം കടന്നു വരുവാൻ ദൈവം നമുക്ക് നൽകിയ നല്ല കൃപയോർത്ത് സ്തോത്രം. ഒന്നുകൂടെ ആമേ ദൈവസന്നിധിയിൽ കടന്നു വന്ന നാം ആമേ കരമടിച്ച് ദൈവനാമത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? സന്തോഷത്തോടുകൂടെ നല്ല കരമടിച്ച് ആമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ஆமே ஸ்தோத்திரம். சங்கீதனம் ஆமே 84 ஆமே 2 சொல்லுகிறது, என் ஆத்துமா கர்த்தருடைய ஆலய பிரகாரங்களின் மேல் வாஞ்சையும் தவனவுமாயிருக்கிறது, என் இருதயமும் என் மாம்சமும் ஜீவனுள்ள தேவனை நோக்கி கம்பீர சத்தமிடுகிறது. ஹல்லேலூயா, ஹல்லேலூயா. என் இருதயமும் என் மாம்சமும் ஜீவனுள்ள தேவனை நோக்கி கம்பீர சத்தமிடுகிறது. ஹல்லேலூயா. இன்னைக்கு கடந்த நாளெல்லாம் நம்மை பாதுகாத்து நடத்தி வந்த அந்த ஆண்டவருடைய நன்மையை நினைத்து, அந்த கர்த்தருடைய கிருபையை நினைத்து ஆமை கம்பீர சத்தத்தோடு கூட சில பாடல்களை பாடி நாம் கர்த்தரை ஆராதிக்க போகிறோம். ஆமை அடவி தருக்களின் இடையில் ஒரு நாரகம் எந்த வண்ணம், விசுத்தரி நடுவில் காணுனே அதி விசுத்த நாம் യേശുവിനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന ഗാനം പാടി സന്തോഷത്തോടു കൂടെ ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആമേൻ, സ്തോത്രം. അടവി തരുക്കളിനിടയിൽ ഒരു നാരകം എന്ന വണ്ണം, അടവി തരുക്കളിനിടയിൽ
ഒരു നാരകമെന്ന വണ്ണം വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ. പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. പനിനീർ പുഷ്പം സാരോനിലവ് താമരയുമെ താഴ്വരയിൽ. പനിനീർ പുഷ്പം സാരോനിലവ് താമരയുമെ താഴ്വരയിൽ. വിശുദ്ധനവ് മാ സൗന്ദര്യ സമ്പൂർണനേ. വിശുദ്ധരിനതി വിശുദ്ധനവ് മാ സൗന്ദര്യ സമ്പൂർണനേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ. പഴിദൂഷി നിന്ന നേരുത്തങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. പഴിദൂഷി നിന്ന നേരുത്തങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. മലക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മലക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുകരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവനേ. തിരുകരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവനേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. തിരുവിധമിക തികച്ചിടുവാൻ ഇതോ ഞാനിപ്പോൾ വന്നിടുന്നേ. തിരുവിധമിക തികച്ചിടുവാൻ ഇതോ ഞാനിപ്പോൾ വന്നിടുന്നേ. എന്റെ വേലയെ തികച്ചുകൊണ്ട് എന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാൻ. എന്റെ വേലയെ തികച്ചുകൊണ്ട് എന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാൻ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ
തരുക്കളിനിടയിൽ ഒരു നാരകമേണ്ടവനോ അനവീ തരുക്കളിനിടയിൽ ഒരു നാരകമേണ്ടവനോ വിശുദ്ധരിനാരി വിശുദ്ധനമേ യേശുവിനെ വിശുദ്ധരിനാരി വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമല്ല ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ. അവന്റെ മഹത്വത്തിൽ നിന്നുകൊണ്ട് അവന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ആരാധിക്കുന്ന നിങ്ങളുടെയും എന്റെയും ഹൃദയം ഒരു ചോദ്യം ചോദിക്കുമെങ്കിൽ ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: ദൈവമേ, നിന്റെ മഹത്വത്തിന്റെ കീഴിൽ നിന്ന് ഞങ്ങൾ ആരാധിക്കുന്നു, നിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ആരാധിക്കുന്നു, അങ്ങയുടെ തിരുമന്ദിരത്തിൽ നിന്നുകൊണ്ട് അങ്ങയെ ആരാധിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ വരവ് വരുമ്പോൾ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ആരാധിക്കുവാനുള്ള, അങ്ങേ മുഖമുഖമായി കണ്ട് ആരാധിക്കുവാനുള്ള ഒരു ക്രിസ്തീയ ജീവിതം എൻ്റെ ഉള്ളിലുണ്ടോ? ഒരു ക്രിസ്തീയത്തിന്റെ പ്രവൃത്തി എൻ്റെ കയ്യിലുണ്ടോ? ഓൺമേൽ മൂലമായി ആമേ ഞങ്ങളെ കാണുന്ന ദൈവമക്കളെ, ദൈവസഭയിൽ കടന്നു വന്ന നമ്മ എല്ലാവർക്കും ഒരു ചോദ്യം ഒന്ന് ചോദിക്കാമോ? ആലയത്തിൽ വരുവാൻ തടസ്സമില്ല, അവന്റെ സന്നിധിയിൽ നിന്ന് ആരാധിക്കുവാൻ തടസ്സമില്ല. എന്നാൽ നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ള നിത്യ രാജ്യത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ ചിലതിനൊക്കെ നമ്മൾ വിട്ടുമാറണം, ചിലതിനൊക്കെ വിട്ടു വഴി മാറണം, ചിലതിനെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ജീവിതത്തിന്റെ പ്രവൃത്തികളെ മനുഷ്യൻ കാണുന്നില്ല, ജീവിതത്തിൽ നിന്റെ നടപ്പുകളെ മനുഷ്യൻ കാണുന്നില്ല, നിന്റെ ചിന്തകളെ മനുഷ്യൻ കാണുന്നില്ല. എന്നാൽ നിന്റെ നടപ്പു കിടപ്പു എല്ലാ പ്രവൃത്തികളെയും കാണുന്ന ഒരുവനായ ദൈവം, അവനെന്നും ജീവിക്കുന്നവൻ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് ഞാൻ ഇവിടെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ അവനെ ആരാധിക്കുന്നത് പോലെ മുഖമുഖമായി ഒരു ദിവസം കണ്ട് ഞാൻ ആരാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരുടെ കരമൊന്ന് ഉയർത്തിയാട്ടെ. അല്ലെങ്കിൽ ദൈവമേ, അതിനുള്ള ഭാഗ്യം എനിക്ക് നൽകണമപ്പാ, അതിനുവേണ്ടി എന്നെ ഒരുക്കണമപ്പാ. ഈ ലോകത്തിന്റെ നന്മകൾക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ സുഖത്തിന് വേണ്ടി എന്റെ നിത്യതയെ ഞാൻ നഷ്ടപ്പെടുത്താതെ വണ്ണം, എന്റെ നിത്യതയെ ഞാൻ കളയാതെ വണ്ണം ആ നിത്യതയിൽ ചേരുവാ, ആ നിത്യതയിൽ അങ്ങോടുകൂടെ വസിപ്പാൻ എന്നെ ഒരുക്കണമപ്പാ. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഈ പാട്ട് പാടുന്നതിന് മുൻപാകെ സഭയോട് ഒരു കാര്യം പറയുവാൻ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുന്നു. ഈ ആരാധനയിൽ കടന്നു വന്ന നിങ്ങൾ വെറുതെ ആരാധനയിൽ കടന്നു വന്ന് സഭ കൂട്ടായ്മയിൽ പങ്കെടുത്ത് വെറുതെ മടങ്ങിപ്പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒന്നും ഉപയോഗകരമായല്ല, നിങ്ങൾക്കത് ഭാഗ്യമല്ല. ഈ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ കൊടുക്കുമ്പോഴെല്ലാം ദൈവം നമ്മുടെ മനസ്സോട് പറയുന്ന, നമ്മുടെ ഹൃദയത്തോട് പറയുന്ന, സഹോദരി, കഴിഞ്ഞ നാളുകളിൽ നീ ചെയ്തത് തെറ്റല്ലേ? സഹോദര, കഴിഞ്ഞ നാളുകളിൽ നീ പ്രവർത്തിച്ചത് തെറ്റല്ലേ? കഴിഞ്ഞ നാളുകളിൽ നീ പറഞ്ഞത് തെറ്റതല്ലേ? കഴിഞ്ഞ നാളുകളിൽ നീ ചിന്തിച്ചത് തെറ്റല്ലേ? കഴിഞ്ഞ നാളുകളിൽ നീ പോയി ഇരുന്ന സ്ഥലം ആമേ അത് തെറ്റല്ലേ? അങ്ങനെ ചില ആമേ കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉണർത്തുമ്പോൾ ആ ഉണർവിൽ നിന്നുകൊണ്ട് ആ കൽപ്പനകളെ അനുസരിച്ച് ആ വഴിമിട്ട് മാറുവാൻ
നിങ്ങൾ പ്രയാസപ്പെടുവാനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്കുറിയ നന്മകളെല്ലാം ദൈവം നൽകും. ഈ ആരാധിച്ച് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും പരിശുദ്ധാത്മാവ്, മകനെ, മകളെ, സഹോദരനെ, സഹോദരിയെ, നിനക്ക് വേണ്ടി ചോര കൊടുത്ത് തൻ്റെ പൈതലിനെ, തൻ്റെ പുത്രനെ യാഗപീഠമായി നൽകിയ ആ ദൈവം ഇന്നും സ്നേഹിക്കുന്നുണ്ട്. ആ ദൈവത്തിന് വിരോധമായി, ആ ദൈവഹിതത്തിന് വിരോധമായി എൻ്റെ ജീവിതത്തിൽ വീഴ്ചകളോ പാഴ്ചകളോ വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങളെ ഉണർത്തുമെങ്കിൽ ആ വഴി വിട്ടു മാറുവാൻ ഈ പാട്ടിൻ്റെ ആരാധനയിലൂടെ നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കുക. ദൈവം ക്ഷമിക്കുന്നവനാണ്. അവൻ കുറ്റം വിധിച്ച് നിങ്ങളെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല. അവൻ കുറ്റം വിധിച്ച് നിങ്ങളെ തള്ളിക്കളയുന്ന ദൈവമല്ല. അവൻ മനസ്സലിയുന്ന ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ചില നന്മകളെ നേടാതിരിപ്പാൻ, നിങ്ങളുടെ ജീവിതത്തിലെ ചില സൗഖ്യങ്ങളെ നേടാതിരിപ്പാൻ, അവൻ നിങ്ങളുടെ ജീവിതത്തിന് അനുഭവിച്ചു വരുന്ന ചില പ്രതികൂലങ്ങൾ എന്തുകൊണ്ടാണെന്നൊന്ന് ചിന്തിച്ച് ചിലപ്പം ദൈവം നിങ്ങളെ ഉണർത്തുമെങ്കിൽ ആ പാപ വഴികളെ വിട്ട്, ആ ദൈവഹിതമില്ലാതെ വഴികളെ വിട്ട്, ദൈവത്തിന് ഹിതമല്ലാതെ കൂട്ടുകെട്ടുകളെ വിട്ട്, ദൈവഹിതമല്ലാതെ നടപ്പുകളെ, യാത്രകളെ വിട്ട് ദൈവസ്ഥലം ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ ഹൃദയത്തിൽ ഒരു വലിയ സമാധാനം ഉണ്ടാകും. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഏൽപ്പിച്ചു കൊടുക്ക് സഹോദര, ഏൽപ്പിച്ചു കൊടുക്ക്. നിന്റെ ഹൃദയത്തിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്ക്. നിന്റെ ഹൃദയത്തെ താഴ്ത്ത്. ഓ ആരാധന, ആരാധന, ഓ ആരാധന. അങ്ങേ സന്നിധിയിൽ യാഗമായി എന്നെ ഏൽപ്പിക്കുന്നപ്പ, അങ്ങയുടെ കരങ്ങളിൽ യാഗമായി എന്നെ സമർപ്പിക്കുന്നപ്പ, ആരാധന, ഓ ദൈവം കാണുന്നുണ്ട്, ദൈവം കാണുന്നുണ്ട്. ആമേൻ, ആമേൻ, സ്തോത്രം. ആരാധന, ആരാധന, ഹല്ലേലൂയ. എല്ലാ കരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരമുയർത്തിയാട്ടെ. ഹല്ലേലൂയ, കൊച്ചുമക്കളെല്ലാം കരമുയർത്തിയാട്ടെ. ആമേൻ, ഹല്ലേലൂയ. തന്റെ പാവങ്ങളെ ദൈവസന്നിധിയിൽ വിട്ടുകളയുന്നുണ്ട് ജീവിതത്തിൽ. ആമേൻ, ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.